നോക്കാം കേട്ടോ. ഈ ഒരു ഹോം സ്റ്റേ ഇവിടെ കാണുന്നുണ്ട്. ഇതാണോ അല്ലെന്ന് കൺഫ്യൂഷനാണ്. ആ ഹില്ല് കണ്ടോ മച്ചന്മാരെ? ആ ഹില്ലാണ്. എന്താലേ മച്ചന്മാരെ, ഇവിടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സൂര്യകാന്തി കൃഷിയുണ്ട് കേട്ടോ, കൃഷിയുടെ ഉണ്ട്. അപ്പോൾ സൂര്യകാന്തിക്ക് ഇടയിൽ നിന്ന് നമുക്കൊരു കിടുക്കാച്ചി വീഡിയോ എടുക്കാം. കിടിലൻ നല്ല സൂര്യകാന്തി പൂക്കൾക്കിടയിൽ നിന്ന് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാം. രതീഷേട്ടാ അടിപൊളി കിടുക്കാച്ചി ഫോട്ടോ എടുക്കണ്ട കേട്ടോ. സൂര്യകാന്തികൾക്കിടയിലൂടെ സൂര്യേട്ടൻ്റെ മാസത്തേക്ക് ഫോട്ടോ പൊളി. ഈ ഒരു പാടത്തിട്ടോ, ഈ പാടത്ത് ഈ സൈഡിൽ മൊത്തം സൂര്യകാന്തി കൃഷിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയാണ്. കണ്ടോ, ഫുൾ കൃഷിയുണ്ട് ഈ ഭാഗത്ത്, ഫുൾ കൃഷി ഇട്ടാണോ. ട്രാക്ടറൊക്കെ ഉഴുത് നിലമൊക്കെ ഉഴുത് മറിച്ച് ഇട്ടതാണ്. ഇതിലൂടെ ഒന്ന് നടന്നു നോക്കിയല്ലോ. ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട്. ദമ്മായിട്ടുണ്ട് സംഭവം കിട്ടിയില്ലേ. അപ്പോൾ നമ്മളെ മൈസൂരിലേക്ക് പോകുന്ന വഴി ഇത്തരം കാഴ്ചകളുണ്ട്. ഈ കാഴ്ച നമ്മളെ കോട്ടയ്ക്കലുണ്ട് കേട്ടോ. കോട്ടയ്ക്കൽ വന്നിട്ട് വഴി ഉണ്ടാക്കി തരാം. ആ ഒരു മല നോക്കിയൊക്കെ, ആ മലേൻ്റെ മുകളിൽ കോടറങ്ങിയിട്ട് എന്ത് രസമാണ് കാണാനല്ലേ, അടിപൊളി. അവിടെ പോയാൽ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗമായിരിക്കും, റോഡ് ഉള്ള ഭാഗമായിരിക്കും കാണാൻ രസം. സാറ് വരത്തുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് യാത്ര തുടരാം. നമ്മളെ വിന്നർ നല്ല വണ്ടിയാട്ടത്, ട്രാവലറിന് പകരം ചൂസ് ചെയ്ത വാഹനമാണ്. നല്ല സുഖമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മൈസൂരിലേക്ക് ടു മൈസൂർ. അവരവിടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ഫോണ് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയാം, നമ്മൾ ഗുണ്ടൽപേട്ട് എത്തിയിട്ട് കേട്ടോ. ഇതാണ് ഗുണ്ടൽപേട്ടിൻ്റെ ടൗൺ എന്ന് പറയുന്നത്. കുഴപ്പമില്ല, അധികം അടിപൊളിയായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചർച്ചുണ്ട്. ഇപ്പം നമുക്കിവിടെ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഇവിടെ പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ നിർത്തിയിടാം കേട്ടോ. അപ്പം ഇനി നേരെ നമ്മൾ മൈസൂരിലാണ്. ചായ കൂടി കഴിഞ്ഞാൽ നേരെ ഗോ സ്ട്രൈറ്റ് ടു മൈസൂർ. പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ രാവിലെ നേരത്തെ വരുമ്പോൾ ഒരു ചായയും പിന്നെ ഒരു ബെന്നുമാണ് കഴിച്ചിട്ടുള്ളത് മസനഗുഡിയിൽ നിന്ന്. ഇനി നമുക്ക്
നല്ല വിശക്കുന്നുണ്ട്. ഏകദേശം 8:30-9 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് നല്ലൊരു ഹോട്ടൽ കിട്ടണം. ഹോട്ടലോ റെസ്റ്റോറൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിച്ചിട്ട് അടുത്ത റൂം പിടിക്കാം. നമ്മുടെ റൂം ഒന്ന് പിടിക്കാനുണ്ട്. നമ്മുടെ വണ്ടിക്കകത്ത് ആളിനേക്കാൾ കൂടുതൽ ബാഗുകളാണ്. ഒരുപാട് സ്പേസ് നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ റൂമിലൊന്ന് കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് ഇനി നമുക്ക് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് റൂം കണ്ടുപിടിക്കണം. എന്നിട്ട് ശേഷമാണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്ലാൻ പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള യാത്ര തുടങ്ങാൻ. ഉടുപ്പി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഇവിടെ കാണുന്നുണ്ട്. ഉടുപ്പി വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് കേട്ടോ, റെസ്റ്റോറൻ്റാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട് കേട്ടോ. ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് റിസോർട്ട് സെൽഫി പോയിൻ്റ്. മൊബൈൽ വെച്ച് എടുക്കാവുന്നുള്ളൂ. ചെറിയ എമൗണ്ട് ചാർജ് എന്തെങ്കിലും ഉണ്ടാവും, ഇല്ലായിരിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് അടിക്കാം. ഇവിടെയൊക്കെ നോക്കിക്കേ, ഒഴിഞ്ഞ സ്ഥലങ്ങൾ കേട്ടോ, ഒഴിഞ്ഞ സ്ഥലങ്ങൾ, പാടങ്ങൾ തന്നെ പറയാം. പാടങ്ങൾ നികത്തിയിട്ടാണ് ഇവിടെ ഒരു സംഗതികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വീടുകളായാലും പിന്നെ ഒരുപാട് ഫാക്ടറീസ് നമുക്ക് സൈഡിലൊക്കെ കാണട്ടോ. പിന്നെ ഒരുപാട് കൃഷിയിടങ്ങളാണ്. ഇതേപോലുള്ള കൃഷിയിടങ്ങൾ, മനോഹരമായിട്ടുള്ള എള്ളൊക്കെ കാണാം. അതേപോലെ ചെറിയ കുറ്റിപ്പയർ, വ്യത്യസ്തമായിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് കൃഷി ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പിന്നെ മൈസൂരിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഉള്ള ഫസ്റ്റ് ടോൾ കേട്ടോ. ഫസ്റ്റ് ടോളാണേ ഫ്രണ്ട്സ്. അങ്ങനെ ഒരുപാട് ദൂരം നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് കണ്ട ഒരു മതില്, ആ മതില് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്താ, നമുക്കൊരു കൃഷിയിടം അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ സ്ഥലം തന്നെയാണ്, അങ്ങനെയൊക്കെ തോന്നുമല്ലേ. അവിടെ ഒരു എയർപോർട്ടാണ് മച്ചന്മാരെ, വലിയ ഒരു എയർപോർട്ട്, ആളുകളില്ലാത്തൊരു എയർപോർട്ട് എന്ന് തന്നെ പറയാം. 2 കാളകൂട്ടന്മാർ പോകുന്നുണ്ടല്ലോ. ആളുകൾ തീരെ ഇല്ല. ഒരു എൻട്രൻസിനകത്തൊന്നും വാഹനങ്ങൾ കാണാനില്ല. കണ്ടാൽ നമുക്ക് ഒരു എയർപോർട്ടാണെന്ന് തോന്നുന്നില്ല. ഒരു അത്ഭുതത്തോടെ അല്ലാതെ നമുക്ക് ആ എയർപോർട്ടിൽ നോക്കി കാണാൻ കഴിയില്ല. അങ്ങനെ നമ്മളെ ഇനി റൂമിലിട്ടാം. റൂം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു വീടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നൗഷാക്കന്റെ സുഹൃത്തിന്റെ കണക്ഷൻ പ്രകാരമാണ് റൂം കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ട്സ്, നമ്മളെ ഈ വീടൊക്കെ കണ്ടിട്ട്, ഈ പാടത്തുള്ള ഈ വീടുകളൊക്കെ കണ്ടിട്ട് ഏകദേശം നമ്മളതും അതുപോലെ തന്നെ ആവാനാണ് ചാൻസ്. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഗതികൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഹോം സ്റ്റേ ഇവിടെ കാണുന്നുണ്ട്. ഇതാണോ അല്ലെന്ന് കൺഫ്യൂഷനാണ്. ആ ഹില്ല് കണ്ടോ മച്ചന്മാരെ, ആ ഹില്ലാണ് ചാമുണ്ടി ഹിൽസ് കേട്ടോ. എന്താ നമുക്കവിടെ പോകാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ സ്റ്റേ റൂമായിട്ട് വരുന്നത്. ഞങ്ങൾ മെല്ലെ മേലെ, അപ്പോൾ മേലത്തെ റൂം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 പേര് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സൈഡ് ബാത്റൂം, റൂമിൻ്റെ മറുഭാഗമാണ്. അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന സാഹചര്യം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് റൂം വരുന്നത്. ഇപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ കൃഷിയിടങ്ങളാണ്. ആ ഹില്ല് കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാമുണ്ടി ഹില്ലാണ്. ഇതിനടുത്ത് തന്നെയാണ് സൂ.
15 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്കിവിടെ സൂ, മൈസൂർ സൂ വരുന്നത്. അതുപോലെ തന്നെ ഹില്ല് പാലസ് ഒക്കെ വരുന്നത്. ഞാൻ ജസ്റ്റ് റൂമൊന്ന് നമുക്ക് നോക്കാം. ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ, ജസ്റ്റ് വെച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം മച്ചാന്മാരെ. 2 ബെഡ് ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് അവിടെ സെറ്റപ്പാണ് നമ്മൾ. പിന്നെ ബാത്റൂമാണ്. നല്ല സൗകര്യം കേട്ടോ. നല്ല ഭയങ്കര സിറ്റിയിൽ നിന്ന് മാറി തീരെ ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു സ്ഥലം. നമുക്ക് ജസ്റ്റ് വൈകുന്നേരം ഒന്ന് കിടക്കാനായിട്ടുള്ള സ്ഥലം മാത്രമാണ്. നോർമൽ ക്യാഷ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലോസ് ചെയ്യട്ടോ. ഇനി എന്തായാലും മുകളിലേക്കൊന്ന് കയറി നോക്കാം. നല്ല വെയിലാണ്, നല്ല വെയിൽ. ഇവിടെ ലോക്കാട്ടോ. ഹീറ്റർ, ടാങ്ക്, എന്തായാലും അടിപൊളി. യെസ്. അപ്പോൾ ഇനി നമുക്ക് സൂവും പാലസും അതുപോലെ തന്നെ ചാമുണ്ഡി ഹിൽസ് കയറാൻ പറ്റി കഴിഞ്ഞാൽ നല്ലത്. ചാമുണ്ഡി ഹില്ലും ഉണ്ട്, നമുക്ക് പോയി നോക്കാം.